നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ എൻട്രിയിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിലേക്ക് ഞാൻ മാർക്ക് ചെയ്ത പോലെ വരികയാണെങ്കിൽ മാത്രം ഞാൻ എൻട്രി എടുക്കും, അല്ലെങ്കിൽ ഒഴിവാക്കും. ഞാൻ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ വരണമെന്നില്ല. ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഈ റേഞ്ച് കുറച്ചും കൂടെ താഴത്തേക്ക് വരികയാണെങ്കിൽ ഞാനത് എൻട്രി എടുക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് മേലോട്ട് പോകണ പോലെ ഈ ഒരു റേഞ്ചിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാലും ഞാൻ എൻട്രി എടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നോക്കിയിട്ട് എൻട്രി എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്നൊരു എൻട്രി എടുക്കാൻ പോവുകയാണ്. ഞാൻ എന്തായാലും ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു എൻട്രി എടുക്കാൻ പോകുന്നത് CA സൈഡിലേക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ അടുത്തൊരു ഈ ഒരു ഏരിയ വരെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് നല്ലൊരു മൂവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു മൂവ്, അതായത് ഇന്നലെ ഡൗൺ ആയതിൻ്റെ ഏകദേശം പകുതിയോളെങ്കിലും ഞാൻ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂവിങ് ആവറേജ് വരെയെങ്കിലും പോവുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. അപ്പോൾ എന്തായാലും നോക്കാം. ഇനി ഇവിടെ നിന്ന് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും 3 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും അപ്പോൾ ട്രേഡ് എക്സിറ്റ് ആവുകയാണ്. കാരണം വെച്ചാൽ 3 മണി വരെ ഒന്നും അധികം ഞാൻ വെക്കാറില്ല. ഏകദേശം 2:45 വരെയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടാകും എല്ലാ ട്രേഡുകളും. അപ്പോൾ എന്തായാലും ഇപ്പോൾ 3 മണി ആവണമെങ്കിൽ 3:05 ഈ ക്യാൻഡിൽ ക്ലോസ് ആവുന്നത് കൂടെ ഞാൻ എൻ്റെ ഈ എൻട്രി എക്സിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എന്തായാലും ഒന്ന് PE സൈഡിലേക്കും ഒന്ന് CE സൈഡിലേക്കുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. PE സൈഡിലേക്ക് നല്ലൊരു രീതിയിൽ ബ്രേക്കൗട്ട് കിട്ടി നല്ല രീതിയിലേക്ക് മൂവ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റിട്ടേൺ കയറി വരികയും ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ ഫ്ലാഗ് ചാർട്ട് പാറ്റേണിൽ ഫ്ലാഗിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, പാറ്റേൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം അവിടെ നിന്ന് ഞാൻ ഒരു CE എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 2 എൻട്രി എടുത്തു. അപ്പോൾ രണ്ടിലും PE സൈഡിലേക്ക് ചെറിയൊരു പ്രോഫിറ്റ് 10% പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം 60-70% പ്രോഫിറ്റ് പോയതാണ്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ട്രേഡിൽ ഇപ്പോൾ ട്രേഡ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് എന്തായാലും എത്തിയിട്ടുണ്ടായില്ല. 1 മണിക്കൂറിൻ്റെ അടുത്തോളമായി എൻട്രി എടുത്തിട്ട് തോന്നും. അപ്പോൾ എന്തായാലും ഈ ട്രേഡ് കൂടെ ഒന്ന് എക്സിറ്റ് ആക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ എക്സിറ്റ് ആകാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് പോയാലും താഴോട്ട് വന്നാലും നമുക്ക് വലിയ ഇഷ്യൂ ആകാൻ പോകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈം 3:05 അപ്പോൾ ഇനി അത് വയ്ക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എക്സിറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എക്സിറ്റ് ആവും. അങ്ങനെ നമ്മുടെ ട്രേഡുകളൊക്കെ എക്സിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് 1.10 ആണ്. 10,000 ആണ് നമുക്ക് ഇന്നത്തെ ട്രേഡ് ഉണ്ടാക്കി ചെയ്തത്. അത് ടോട്ടൽ 20% അത്രയേ ഉള്ളൂ. 20-25% അടുത്തോളമാണ് നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളത്തേക്ക് നമുക്ക് നോക്കാം. എന്നാലും നമുക്ക് കുറച്ച് സൈഡ് വൈസ് ആയിരുന്നു കിട്ടുകയും ചെയ്തു. ചെറിയ രീതിയിലാണെങ്കിൽ കൂടി നമുക്ക് പ്രോഫിറ്റിലേക്ക് എക്സിറ്റ് ആവാനും നമുക്ക് സാധിച്ചു.
അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളത്തേക്ക് എങ്ങനെയാണ് മാർക്കറ്റ് നോക്കി നമുക്ക് നാളെ നല്ല രീതിയിൽ തന്നെ ട്രേഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം നമുക്ക് ട്രേഡ് എടുത്ത് അവസാനിപ്പിക്കാം.